സ്വപ്നമൊരു ചാക്ക് തലയിൽ അത് താങ്ങിയൊരു പോക്ക് ഉടയവനലിഞ്ഞ് വിളി കേട്ട് ഇവന് വഴികാട്ട് സ്വപ്നമൊരു ചാക്ക് തലയിൽ അത് താങ്ങിയൊരു അയ്യോ എനിക്കിത് എന്തിന്റെ കേടായിരുന്നു. അനങ്ങാതിരുന്ന ഞാനാ കാട്ടില് മൃഗത്തിനെ വേട്ടയാടാൻ പോയ നമ്മുടെ അണ്ണന്റെ കൂടെ ഫോറസ്റ്റുകാർ എന്തോ ഓട്ടീരായിട്ട് ഓട്ടിച്ചത്. അവർ ഇത്രയും നല്ലപോലെ ഓടുവാണെങ്കിൽ ഒളിമ്പിക്സിൽ പോയി സ്വർണ്ണ മെഡല് കിട്ടിയല്ല. എന്തിനാണോ എന്നെ പിറകെ കിടന്ന് ഓടിയത്? ഇതിനെല്ലാം കാരണക്കാരെ അറിയുമോ? മണിയണ്ണൻ. വെറും മണിയനല്ല, വെടിമണിയൻ. കേട്ടിട്ടുണ്ടാ? ഭയങ്കര വെടിയാണ്. തോക്കെടുത്ത് ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ തോക്കിന്ന് വരുന്നതിനെക്കാട്ടി വലിയ വെടിയാണ് അയാളെ വായിന്ന് വരുന്നത്. സഹിക്കുന്ന പാട് നമുക്കറിയാം. അയ്യോ, അങ്ങനെ ഫോറസ്റ്റുകാർ അടിച്ച് കൊന്നോ എന്തോ ഒരിക്കലും അറിയത്തില്ലേ. അണ്ണൻ ചത്തില്ല അണ്ണ? ഓ, അതിന് സാറിന് ഭയങ്കര വിഷമമുണ്ടല്ലേ? അല്ല, അതല്ല, കുറച്ചു നേരം അമ്മാതിരി പ്രകടനമായിരുന്നല്ലോ അവിടെ കാഴ്ചവെച്ചത്. പ്രകടനം അവിടെ നിക്കട്ടെ. നീന്റെ അടുത്ത് എടുത്തോണ്ട് ഓടാൻ പറഞ്ഞപ്പോ നീ എന്താ എടുത്തോണ്ട് ഓടിയത്? ഈ ഇറച്ചിരിക്കുന്ന ചാക്ക് എടുത്തോണ്ട് ഓടി. എടാ, വീണ് കിടന്ന എന്നെ എടുത്തോണ്ട് ഓടാനല്ലടാ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞത്. അങ്ങനെയാണോ പറഞ്ഞത്? അല്ലാതെ. അല്ല, അതുകൊണ്ട് അണ്ണ ഒന്നും എടുത്തോണ്ട് ഓടിയില്ലേ? പിന്നെ എടുത്തോണ്ട് ഓടണ ഞാനല്ലേ ഇനി എടുത്തോണ്ട് ഓടാനായിട്ട്. അമ്മാതിരി അടി അടിച്ചു വെച്ചല്ലേ അണ്ണ. അണ്ണ ഒരു കാര്യം ചെയ്, ഒന്ന് താങ്ങട്ടെ. നീ ഈയിടെയായിട്ട് നല്ല രീതിയിൽ താങ്ങുന്നുണ്ട് കേട്ടാ. കൊല്ലം കൊറേ ആയി അണ്ണ. എനിക്കറിയാവുന്ന കേരളത്തിൽ ഒരു കൊല്ലമേ ഉള്ളൂ. ഇതെങ്ങനെ കൊല്ലം കുറേ ആയി? ജില്ലക്കാർ വിഷയമില്ല ഉണ്ടാക്കിയോ? എന്തു അണ്ണ? അല്ല, ഞാൻ ഈ തോക്കിലെ ഉണ്ട എടുത്ത് നിന്നെ എറിഞ്ഞു വന്നാലോ എന്ന് ആലോചിക്കാം. എന്നാലും തോക്കെടുത്ത് ഒരു വെടി പുള്ളി വെക്കൂല. പിന്നെ ഞാൻ ഈ തോക്കെടുത്ത് നിന്നെ ഞാൻ ചൂണ്ടി വെടിയിച്ചിട്ടാണ് ഉന്നം തെറ്റി ഇരിക്കുന്ന പെണ്ണുങ്ങളിൽ ആരെങ്കിലും ദേഹത്തിൽ നിന്ന് കൊണ്ടിട്ട് അവരെ മാപ്പള വന്ന് എന്നെ തല്ലിക്കൊല്ലാൻ. ഊർനാട് സൈഡിൽ നിന്ന് ഒരുപാട് അടി കിട്ടിയിട്ടുണ്ട്. എപ്പോഴും പേടിയുണ്ടല്ലേ? എടാ എടാ എടാ, ഇതാണ് കുഴപ്പം. നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിന്നെ നേരെയാക്കാൻ വേണ്ടിയിട്ടാണ് നിന്റെ അച്ഛനും അമ്മയും എന്റെ അടുത്ത് കൊണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ബ്ലേഡ് പോയ മിക്സി ആണല്ലോ ഇയാൾ നേരെയാക്കി എന്നെ അങ്ങ് ഉപയോഗിക്കാൻ. ഇതാണ് കുഴപ്പം. ഇതാണ് കുഴപ്പം. ഇതാണ് കുഴപ്പം. അമ്മയും അച്ഛനും നന്നാക്കാൻ കൊണ്ടാക്കിയതാ. ഇയാളുടെ ജോലി എന്തുവാ? കള്ളച്ചാരായം മാറ്റ്, പിടിവലി, മോഷണം. ഇപ്പൊ വേണ്ട ഇറച്ചി കാട്ടിക്കറി, മൃഗത്തിന്റെ ഇറച്ചിയും വെട്ടി കച്ചവടം. എടാ, ഇതൊക്കെ ചെയ്യുന്നോണ്ട് നീ തിന്നു കുടിച്ച് ഇങ്ങനെ കിടക്കുന്നു. അത് തന്നെ, തിന്നു കുടിച്ച് കിടക്കും, എഴുന്നേക്കാൻ പറ്റത്തില്ല. അപ്പോഴേക്കും ആരെങ്കിലൊക്കെ വന്ന് അടിക്കും. എനിക്കറിഞ്ഞൂടെ? എടാ, ഞാനൊരു കാര്യം പറഞ്ഞ നീ മനസ്സിലാക്കണം. നീ എന്റെ കൂട്ടത്തിൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നിനക്ക് കുറച്ച് പൈസ ഉണ്ടാക്കാം. അതാണ് ഞാൻ പൈസ ഉണ്ടാക്കാൻ എളുപ്പ വഴി ഞാൻ പറയാം. ഞാൻ ഒരു കാര്യം, ഞാൻ ഒരിടത്ത് നാഗമാണിക്ക് ഇങ്ങ് കൊണ്ടുവരാം. എന്റെ DVD ഉണ്ട്, നമുക്ക് രണ്ടും കൂടി ഇരുന്ന് കാണാം. നീ രാജമാണിക്യം എന്താ കൊണ്ടുവരാന്ന് പറഞ്ഞു? ആ കോമഡി ഇവനങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടാ. കൈയടിക്കണണ്ട. അതല്ല, ആ ഫോറസ്റ്റുകാർ പോയോന്നറിയാം. ആളുണ്ട്. അവരൊന്ന് തല്ലിക്കൊല്ലു. ഒന്നാമത് എനിക്ക് ഓടാൻ വയ്യ. പൈസ ഉണ്ടാക്കാൻ ഒരു ഐഡിയ പറഞ്ഞു. ഞാൻ പറഞ്ഞ പൈസ നാഗമാണിക്കം വിട്. അണ്ണൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടി സാറാമ്മ കയറി പിടി. എന്നിട്ട് വേണം അവളെ ഭർത്താവ് വന്ന് എന്നെ എടുത്തിട്ട് അടിക്കാൻ. ആരുടെ ഭർത്താവ്? ഈ സാറാമ്മയെ പിടിക്കാൻ പറഞ്ഞു. അതല്ല, പിന്നെ ഈ ചാറുള്ള ഒരു ആമയുണ്ടല്ലോ. യു മീൻ മറ്റേ നക്ഷത്രാമ? നക്ഷത്രയാമ. അതിനെ പിടിക്കാണ പിടിച്ചിട്ട് അതാണ് നടക്കൂല. പോടാ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഈ മനുഷ്യന്മാര് ആമയെ കണക്കാണെങ്കിൽ എന്ത് രസമായിരുന്നു. ഞായറാഴ്ച ദിവസം ഈ ഭാര്യമാര് വെള്ളമൊടിക്കലെന്ന് പറയത്തില്ലയോ? നമ്മൾ ആമയെ കണക്കാണെങ്കിൽ പേടിക്കണ്ടല്ലോ. ഒരു ഫുൾ എടുക്കുക, നേരെ അതിന്റെ അകത്ത് തലയും എടുക്കുക, ഒരു മാറ് സെറ്റപ്പ്, എന്നിട്ട് തല പൊക്കുക. അടിച്ച് പൂസായാലും കുഴപ്പമില്ല. എഴഞ്ഞു ആരെങ്കിലും ചോദിച്ചാൽ ആമയാന്നങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. കുറച്ച് വരും വരണമല്ലോ. വന്നവരെന്നെ അങ്ങ് കൊല്ലണം. അല്ലെങ്കിൽ പിന്നെ നിന്റെ വായിരിക്കുന്ന ഇങ്ങനെ കേൾക്കണേക്കാലം അങ്ങ് ചാവണല്ലേടാ പോട്ടാ നല്ലത്. ഞാൻ എന്ത് ചെയ്യണോ പറഞ്ഞ ഈ പരിപാടിയൊക്കെ ഒന്ന്. ഈടാ, നീ ഇതെടുത്തോണ്ട് പോക്കെ. ഇതെല്ലാം എടുത്തോണ്ട്. ഇത് പോത്തുണ്ട്, മാനുണ്ട്, മ്ലാവുണ്ട്. ഇതെല്ലാം കൂടി 10 കിലോ 10 കിലോ വെച്ചിട്ട് വെട്ടി ആ ഫ്രിഡ്ജിൽ ഇരിക്കുന്നൊക്കെ എടുത്ത് മാറ്റിട്ട് അതിനകത്ത് കയറ്റി. പിന്നെ നീ ശ്രദ്ധിക്കേണ്ട, നീ ഫ്രിഡ്ജിൽ കോഴി ഇരിപ്പുണ്ടെണ്ണ. അതവിടെ ഇരിക്കട്ടെ, കഴിക്കാനുള്ളതല്ലേ. ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ ബിസിനസ്സിൽ പുതിയതാണല്ലോ. എനിക്ക് പരിചയക്കാരുണ്ട്. ഈ പരിചയക്കാർ വന്നിട്ടുണ്ട് റേറ്റ് കുറച്ച് കളയും. അങ്ങനെ കുറയ്ക്കരുതെന്നാ. അല്ലല്ല, സംഭവിച്ചു പോകുന്നതാണ്. അതൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ഞാൻ മാക്സിമം ഞാൻ ശ്രമിക്കാം. അതെങ്കിലും കൊണ്ടുപോ. വേറെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ, ഞാനും കൂടെ വരാം. അയ്യോ, ആളില്ലേ? ആളില്ലേ? നല്ലവണ്ണം ഊതിയാ മതി, ആളിക്കോളും. ആണത് നിങ്ങളാരാ? ഞാൻ കെട്ടി തമ്പി. കെട്ടുതമ്പിയാ? കെട്ടി തമ്പി അല്ല, കെട്ടി തമ്പി. തമ്പി പോലീസാണ്. അപ്പൊ സാറെന്ത് ചെയ്യുന്നു?
ഞാൻ പറഞ്ഞല്ലോ ഞാൻ പോലീസാണെന്ന്. സാറല്ലേ പറഞ്ഞ സാറിന്റെ തമ്പിയാണ് പോലീസാണ്. എന്റെ തമ്പി എന്നല്ല, ഈ തമ്പി എന്റെ പേരാണ്. തമ്പി പോലീസിലാണ്. ആണോ സാറ് പോലീസാണോ? ആ. എക്സ്റേ അല്ല, ഈ SR എന്ന് പറഞ്ഞപ്പോ ഈ 6 തെറിച്ചു പോയാണ് സാറേ. മിക്കവാറും തെറിക്കും. സാറ് പോലീസാണല്ലേ? അതെ, പോലീസാണ്. എന്റെ പൊന്നപ്പോ ഇറച്ചി. എന്താ ഇറച്ചി എന്താ പറഞ്ഞു? സാറിനെ കണ്ടപ്പം വിറച്ച് എന്നെ കാണുമ്പോ. സാർ മനസ്സിലായില്ല സാർ, ഇത് എന്തോന്നാണ്? ഇത് റബ്ബർ ഷീറ്റാണ് സാറേ. റബ്ബർ ഷീറ്റാണ്. റബ്ബർ ഷീറ്റ് ആണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മൂടി ഇടണം. അതെ. ഒരു വല്ലാത്തൊരു നാറ്റം വരും. ഇല്ലെങ്കിൽ ഞാൻ മൊത്തത്തിൽ നാറും. അതെ, മുഴുവൻ പേരൊക്കെ പറ. അല്ലല്ല സാറേ, മുഴുവൻ പേരൊക്കെയല്ല, ഇന്നലെ കടിച്ച ബാക്കി ഫ്രിഡ്ജ് ഇരിപ്പുണ്ട്, അതെടുത്ത് തന്നാലോ? മുഴുവൻ ഇയാളെ മൊത്തം പേര് പറയാ. മണിവടിയെ. മണിവടിയനാ? അല്ല സാറേ, വെടിമണിയൻ. വെടിമണിയൻ. ഈ മണിയൻ എന്ന് പറയുമ്പോ ഇൻഷൽ ആയിരിക്കും. അല്ലല്ല, എന്റെ ഇനിഷ്യൽ W. അതെന്തൊരു ഇൻഷൽ. അച്ഛനെ ഒരു വിൽസൺ പറയാൻ എളുപ്പമുണ്ട്. അതെ. ഞാനേ പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് വരികയാണ്. പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് വരികയാണ്. അപ്പൊ പാസ്പോർട്ട് ഓക്കെ എല്ലാം ഓക്കെ ആയി. അപ്പൊ എനിക്ക് അങ്ങോട്ട് എല്ലാം പോകണേ. എല്ലാം പോലെ ഇനി ഗൾഫിൽ പോയി ഒട്ടകത്തിനൊക്കെ വേടി വെച്ച് അങ്ങോട്ട് ഞാൻ എന്താ പറഞ്ഞു? അല്ല, ഒട്ടകത്തിന്റെ മന്തി കിട്ടും അവിടെ. മന്തി അവിടെ ഒട്ടകത്തിന്റെ മന്തി ആണല്ലോ ചോദിക്കാൻ പറയേണ്ടത് കാര്യമൊന്നുമില്ല. ഓക്കെ സാറേ, അവിടെ ആവശ്യം പോലെ ഉണ്ട്. അപ്പൊ സാർ അതൊന്ന് ക്ലിയർ ചെയ്ത് തന്നിരുന്നെങ്കിൽ. കാട്ടിലൊക്കെ പോവാറുണ്ടോ? കാട്ടിലെങ്ങനെ സാറേ പോവാറാവണം? നമ്മൾ വെള്ളറുടെ നമ്മളെ നെയ്യാറ്റിൻകര വിഴിഞ്ഞം ഭാഗത്തല്ലേ പോവാറ്? വേണ്ട മണിയാ, നീ കൊറേ പാസ്പോർട്ട് വാങ്ങിച്ച് കെട്ടു എന്റെ. അറിയാതെ വായിന്ന് വരുന്നതാണ്. അതല്ല, കാട്ടിൽ പോകാറുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. കാട്ടിൽ ഇടയ്ക്ക് പോകാറുണ്ട് സാറേ. എന്തിനാണ് പോകാറുള്ളത്? ഞാൻ തേനെടുക്കാൻ സാർ പോണു. പേനെടുക്കാൻ കാട്ടിൽ എന്തിനാ പോണത്? നമ്മളെ തലേന്നല്ലേ പേനെടുക്കണത്? പേനെടുക്കാൻ കഷ്ടപ്പെട്ട് കാട്ടിൽ പോണ്. സാറിനെ ഈ അച്ഛൻ മരിച്ച വേക്കസിന്റെ അല്ലേ ജോലി കിട്ടിയത്? എങ്ങനെ മനസ്സിലായി? വായിന്ന് ഇങ്ങനെ പറഞ്ഞ കേൾക്കുമ്പോ അത് എന്താണെന്നറിയോ? ഇല്ല, ഓർമ്മ ഉണ്ടായ കാലം മുതൽ അച്ഛൻ പോലീസിലാണല്ലോ. അപ്പൊ ആ ഒരു പാത പിന്തുടർന്ന് സാർ അങ്ങനെയെങ്കിൽ ആ പാസ്പോർട്ടിന്റെ വെരിഫിക്കേഷൻ ഒക്കെ ക്ലിയർ ചെയ്ത് തരാം. നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് കാട്ടിൽ പോകുന്ന കാര്യമാണ്. സാർ അത് വിട്ടില്ലേ? എങ്ങനെ വിടും? സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറാണല്ലോ. എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് പറഞ്ഞതിന് ശേഷം മാത്രമേ പാസ്പോർട്ട് കൊടുക്കാവൂന്നാണ് നിയമം. മതി സാറേ. കാട്ടിൽ പോയിട്ട് എന്തൊക്കെയാണ് ചെയ്യാൻ? കാട്ടിൽ പോയി ഞാൻ തെണ്ടടിച്ച് കിടക്കും സാറേ. എന്തിനാണ് കാട്ടിലൊക്കെ പോയി തെണ്ടി അടിച്ച് കിടക്കുന്നത്? ഇവിടെ ആവശ്യം പോലെ സ്ഥലമുണ്ടല്ലോ സാറേ. അതല്ല, കാട്ടിൽ പോയി സെന്റ് അടിക്കോന്ന്. സെന്റി അടിക്കുന്ന അവിടെ സെന്റി അടിച്ച് ആര് കേൾക്കാൻ? ഇവിടെ നിന്ന് സെന്റി അടി 10 പേരെങ്കിലും കേൾക്കാൻ കാണും. അങ്ങനെ അല്ലാന്ന്. പിന്നെ കൂടാരം ഉണ്ടല്ലോ, കുറച്ചു തുണി വെച്ച് ഇങ്ങനെ കെട്ടുന്ന, കമ്പ് വെച്ച് കെട്ടുന്ന സാധനം. കുറച്ച് തുണി വെച്ച്. അതെ. അങ്ങനെ പറ. ട്രെൻഡ് അല്ലാന്ന്, ടെന്റ്. അത് തന്നെ ഞാൻ പറഞ്ഞത്. അത് ഇപ്പോഴത്തെ ട്രെൻഡ് ആണല്ലോ, കുറച്ച് തുണിയുള്ളത്. എവിടെ നോക്കിയാൽ അതാണ് ട്രെൻഡ്. അപ്പൊ സാറ് പെട്ടെന്ന് അങ്ങ് മനസ്സിലാക്കി കളഞ്ഞു. മനസ്സിലാക്കി. ഓക്കെ സാറേ, എഴുതിക്കോളി. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് ഇവിടെ വിശേഷങ്ങൾ? ഇവിടെ വിശേഷമൊന്നുമില്ല സാറേ. ഞാൻ കാട്ടിൽ പോയി ഇങ്ങനെ തെണ്ടടിച്ച് കിടക്കും, അത്ര. ഈ കാട്ടിൽ പോയി ടെന്റ് അടിക്കാനുള്ള കാരണം എന്താണ്? അല്ല, ഞാൻ തേനെടുക്കും. തേൻ എങ്ങനെയാണ് എടുക്കുന്നത്? തേന് നമ്മളൊരു വെളുപ്പാങ്കാലം ഒരു 4-4:30 മണിയാവുമ്പോ നമ്മൾ എണീറ്റ് നേരെ തേനീച്ച കൂടിന്റെ അടുത്ത് പോകണം. അവിടെ ചെല്ലണം. അവിടെ ചെല്ലുമ്പോ തേനീച്ചകളെല്ലാം ഉറക്കമായിരിക്കും. രാവിലെ 4:30. അതിലൊരു തേനീച്ചരെ തൊടയിൽ ഇങ്ങനെ പതുക്കെ എന്നിരിക്കണ ഈ തേനീച്ച ഉണ്ടല്ലോ, നാക്കുമ്പോ മനുഷ്യനായിരുന്നാലും മൃഗമായിരുന്നാലും തേനീച്ച ആയിരുന്നാലും ഇതുവഴി ഇങ്ങനെ തേൻ ഒഴുകും. അതിന് നമ്മളിങ്ങനെ വടിച്ച് കുപ്പി ഇങ്ങനെ. അങ്ങനെയാണോ തേൻ എടുക്കുന്നത്? അങ്ങനെയാണോ? സാറിന് ഇത്രയും കാലമായിട്ട് അറിഞ്ഞോളൂ തേൻ എടുക്കുന്നത്? ഇവിടത്തെ ന്യായമാണിത്. പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് വിശ്വസിച്ചു. പിന്നെ മണിയണ്ണ, വാക്ക് പറഞ്ഞാൽ സ്ഥിരത ഉണ്ടാവണം. ഇങ്ങനെയാണോ കച്ചവടം പറയണത്? കച്ചവടമല്ല, പിന്നെ ബിസിനസ് സംസാരിക്കുകയാണല്ലേ പറഞ്ഞ ദേശമൊക്കെ വേണമെന്ന് നീ പറഞ്ഞ. നീ ഇങ്ങോട്ട് മാനിറച്ചിയുണ്ട്, മയിലിറച്ചിയുണ്ട്, കാട്ടുപോത്തുണ്ട്, പന്നിയുണ്ട്. ഇയാൾക്ക് ഏതാ വേണ്ട? അല്ല സാറേ, ഇത് അങ്ങനെ സംഭവം എന്തെന്നറിയാമോ? ഇവൻ അറിയാതെ സംഭവം. അല്ല, പറഞ്ഞ ഒന്നും കൂടെ പറയൂ. കാട്ടുപോത്ത്, മാന്, മയില്, പന്നി. ഞാൻ ഒന്നും കേട്ടില്ല. അതെ, കേട്ടില്ലേ? കാട്ടുപോത്ത്, പന്നി, മയില്. ചെവി പൊത്തിയത്. ഇതെല്ലാം കൊണ്ട് എത്ര കിലോ വേണം? എത്ര കിലോ വെച്ചോണ്ട് മൊത്തം എടുത്തോ? കണ്ടാ, മൊത്തം എടുക്കാൻ ബിസിനസ് കയറിയുണ്ടോ? മറ്റേ ആനയുടെ പല്ലുകൂടി എടുത്തും കൊടുത്താലോ? ആനയുടെ വല്ല കൊമ്പ, ആനക്കൊമ്പൊക്കെ ഉണ്ട് അവിടെ. പിന്നെ ഇഷ്ടം പോലെ സാധനമുണ്ട്. ഇറച്ചി ഏതാ വേണ്ട? ഇറച്ചി വേണോ? എനിക്ക് ഇറച്ചി വേണം. ആ ഇറച്ചിയല്ലേ ഇതായിരിക്കുന്നത്? എല്ലാ ഇറച്ചി വേണം. ആണ്ടാ ഇറച്ചി ഇരിക്കുന്നു. ഇതൊക്കെ ഇറച്ചിയാണോ? ഈ മണിയനടുത്ത് ചോദിച്ചപ്പോ റബ്ബർ ഷീറ്റ് ഉണക്കായിട്ടേക്കണെന്ന് പറഞ്ഞു. ചമ്മ തമ. ഒന്നുമില്ല സാറേ, ഒന്നുമില്ല. എടാ, നീ പോണെന്ന് കേക്ക്. നീ ഉദ്ദേശിച്ച ആളല്ല അത്. മിസ്റ്റർ ഫിലിപ്സ്. ഫിലിപ്സാ? ഇങ്ങോട്ട് വരൂ. സുഹൃത്ബന്ധമായിരിക്കും, പക്ഷെ ഇറച്ചി കരളോ നെയ്യോ തരാം. പൈസക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഞാൻ തയ്യാറല്ല. എന്താണ് ഈ പറയുന്നത്? ഈ തോക്ക് വെച്ചാണ്
മണിയണ്ണ എല്ലാത്തിനെയും വെടിവെച്ച് കീച്ചിയത്. ഈ തോക്ക് വെച്ച്? പിന്നല്ല. അയ്യോ, നമ്മളെ ഫ്രിഡ്ജിലെ ചില കോഴി ഇറച്ചി തിന്നാൻ വെച്ചില്ലേ? അത് പറയില്ലേ? അത് പറയല്ലേ? അത് പറയില്ല, അടുത്ത വീട്ടിൽ നിന്ന് പിടിച്ചതാണോ? പിന്നെ പോലീസ് കേസൊക്കെ ആവും. കുഴപ്പമില്ലല്ലോ സാറേ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എന്തോന്ന്? ഒരു കയ്യബദ്ധം ഇവൻ പൊട്ട അറിയാതെ പറഞ്ഞു പോകുന്നതാണ്. സത്യം സീരിയസ് ആയിട്ട് പറയാ. ഒരു കയ്യബദ്ധവും ഇല്ല. ഒരു നിങ്ങൾ ചുമ്മാ എനിക്ക് കച്ചവടം മുടക്കാതെ അയാള് വിളിച്ച് ഗൂഗിൾ പേയിൽ പൈസ ഇടാൻ പറഞ്ഞു. ഗൂഗിൾ പേയിൽ വീട്ടിൽ നിന്ന് പൈസ ഇടാൻ കൊടുന്നു. സാർ PC ആണ് സാർ. സാർ ആ മണിയന്റെ വീട്ടിൽ പാസ്പോർട്ട് വെരിഫിക്കേഷൻ വന്നാണ് സാർ. സാർ ഇവിടെ ഭയങ്കര സംഭവങ്ങൾ നടക്കുന്നുണ്ട് സാർ. സാർ കാട്ടിലുള്ള മൃഗങ്ങളുടെ ഇറച്ചിയൊക്കെ ഇവിടെ കൊണ്ടുവച്ച് പബ്ലിക്കായിട്ട് കച്ചവടമാണ് സാർ ഇവരുടെ ജോലി. ഇല്ല സാർ, തോക്ക് എൻ്റെ ഉണ്ട്, അവരാരും പുറത്തു പോകൂല. സാർ വണ്ടി കൊണ്ടുവാ. വാ വാ വാ. ഈ ഫിലിപ്സ് എന്താണ് ഈ പറയണം? ഫിലിപ്സിന്റെ തേങ്ങ എടാ പൊട്ട, ഫിലിപ്സ് അല്ല. പിന്നെ അത് വെരിഫിക്കേഷൻ വന്ന പാസ്പോർട്ടിന്റെ പോലീസ് ആണെന്ന്. ചുമ്മാ പോലീസ് ആവുമ്പോ കാക്കിയൊക്കെ സാറേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്തോന്ന്? ഇതിന് എത്ര വർഷം ശിക്ഷ കിട്ടാൻ ചാൻസ് ഉണ്ട് സാറേ? ഒരു 10 വർഷമെങ്കിലും ഉള്ള കടന്ന് എണ്ണും. അതിനുള്ള വകുപ്പ് ഞാൻ എഴുതി 10 വർഷോ താന്ന് പറയുന്നതിനുള്ളിൽ പോവും. നിങ്ങൾ എന്താണ് ടെൻഷൻ? എടാ, എന്റെ ഒപ്പം സാറേ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എനിക്കിത് പറ്റത്തില്ല സാറേ. എനിക്ക് വധശിക്ഷ വേണം. വധശിക്ഷ വേണം. മണിയാ, വധശിക്ഷ വേണമെങ്കിൽ മിനിമം നമ്മൾ ആരെങ്കിലും ഒരാളെ കൊല്ലണ്ടേ? കൊല്ലുവല്ലോ. ആരെ കൊല്ലാൻ? ഈ മൃഗനെ ഇങ്ങനെ ഈ രീതിയിൽ കൊണ്ടുവന്ന് എന്നെ തകർത്ത് തരിപ്പണമാക്കിയ ഈ തെണ്ടിയെ ഞാൻ ഇന്ന് കൊല്ലും. അയ്യോ ചേട്ടാ, പിടിയേട്ടാ, മണിയെണ്ണം കൊല്ലൂന്ന് പറഞ്ഞാ കൊല്ലു. എനിക്കറിയാം. പണ്ട് ഇയാള് 3-4 വരെ കൊന്നിട്ടുണ്ട്. ആ കുടിച്ചിട്ട് സ്ഥലവും എനിക്കറിയാം. എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. എടാ വെണ്ട മണിയാ, വെടിമണിയായി